ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ രീതിയിലുള്ള ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, വളരെ ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മീൻ എന്ന് വെച്ചാൽ ജീവനാണല്ലോ. ഈ മത്തിമീൻ അതിനെക്കാട്ടിയും വലിയ ജീവനാണല്ലോ. എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ മത്തിമീനാണ് ഉപയോഗിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതല്ലാതെ നമ്മൾ സവാളയാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, കരുവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പൊടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഈ പൊടി വന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒത്തിരി മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പൊടി മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ആ പൊട്ടി വന്നു തുടങ്ങി. അതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള ചേർത്തത്. ചെറുള്ളി ചേർത്താൽ ഇഷ്ടം നല്ലതാണ്. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മൂപ്പിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, ആ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം വന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നന്നായി തിളച്ച ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ മീൻ കറിയുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കാം. ഒരു 2 കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഒരിക്കലും നമ്മൾ തവി വെച്ച് ഇളക്കരുത്. നമ്മൾ ചട്ടി ഇങ്ങനെ പിടിച്ചൊന്ന് കറക്കി കൊടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഒന്ന് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മീനിലുള്ള ചാറൊക്കെ ഇറങ്ങി വരുമ്പോൾ അത് മുങ്ങിക്കോളും. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ 5 മിനിറ്റായി. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവി കിടന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഉപ്പ് പൊടി കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാം. സൂപ്പർ സ്മെല്ലാണ്. നമ്മുടെ കിച്ചൻ്റെ അകത്ത് മൊത്തം വന്നിട്ട് ഈ ഒരു കുരുമുളക് കിടന്ന് വേവുന്ന മീനിന്റെ സ്മെല്ലാണ്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് നമ്മൾ വെന്തിട്ടുണ്ട്. നമുക്കത്
കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിലോട്ട് കയറി നിൽക്കുന്നത്. പിന്നെ മത്തിമീനാണല്ലോ, അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ശകലം വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ശകലം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്